ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്, ഒരു അവിയലാണ്. അപ്പം എല്ലാവർക്കും അറിയാം, കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവമാണ് അവിയൽ. അപ്പം മലയാളികളുടെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഐറ്റമാണ് ഈ അവിയൽ. അവിയൽ പലരും പല രീതിയിലാണ് വെക്കുന്നത്. അപ്പം ഞാനിന്നും എൻ്റെ ഒരു രീതിയിലാണ് ഈ അവിയൽ വയ്ക്കാൻ പോകുന്നത്. എല്ലാവരും അതുപോലെയാണോ വയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആതിര. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അവിയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിയലിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഈ അവിയലായതിനെ കൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം മതിയാകും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടച്ച് വയ്ക്കാം. നമ്മുടെ അവിയൽ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിക്കാൻ നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത്, പക്ഷേ ഇത് നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലൊന്ന് നല്ല രീതിയിൽ വെള്ളം വറ്റി വെന്ത് വരണം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അവിയലൊന്ന് നന്നായിട്ട് വെള്ളം വറ്റട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലോട്ട് ഇടാം. ഈ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ്, ഇത് നേരത്തെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ച കൂട്ടത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്ത് വയ്ക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പ് എന്ത് ചെയ്യാം, നമ്മുടെ ഈ അവിയലിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അവിയലുണ്ടോ നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ മൺചട്ടിയിൽ വെക്കുന്ന കാര്യമെന്ന് വെച്ചാൽ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചിൻ്റെ ബാലൻസ് കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വയ്ക്കാം. നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഉപ്പ് മിക്സ് ആക്കില്ല. നമുക്കിത് ആവി കയറി അരപ്പൊന്ന് വേവണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ്സിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇതിൽ അവസാനം എണ്ണയും കറിവേപ്പിലയും ചേർക്കും. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് ദാഹിച്ചു. നമ്മളൊരു ബ്ലാക്ക് കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് കോഫി കുടിക്കാൻ പോവാണ്. നമ്മൾ ഈ ജോലിയുടെ ഇടയിൽ ബ്ലാക്ക് കോഫിയൊക്കെ കുടിക്കുമ്പോൾ നമുക്കെന്തോ ഒരു ഇതാണ്, ഒരു ഗുഡ് എനർജി കിട്ടും, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും ഈ ബ്ലാക്ക് കോഫി. അപ്പോൾ ഇപ്പോൾ സമയം 11:40 ആയിട്ടോ. നമ്മൾ നമ്മുടെ പാചകം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ട് കേട്ടോ ബ്രൂവിൻ്റെ കോഫി. അപ്പോൾ നമ്മൾ അവിയലിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ചിലർക്കൊക്കെ പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. നമുക്കിവിടെ നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞ് ഉടച്ചെടുക്കുന്ന അവിയലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഇതൊക്കെ പാചകങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് പാചകം ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വലിയ പാചകക്കാരിയൊന്നുമല്ല, എന്നാലും ഞാൻ സ്ഥിരം പാചകം ചെയ്യുന്നുണ്ട്. എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതിലോട്ട് എന്ത് ചെയ്യാം, കുറച്ച് എണ്ണയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്തുവാണ്, നമുക്ക് ഈ പാം ഓയിലിനേക്കാളൊക്കെ
ഒക്കെ നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അവിയലിലൊഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് കുറച്ചിളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസുകളെല്ലാം ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ കമൻ്റ് ആക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.